മധ്യപൂർവേഷ്യയിൽ യുദ്ധമൊഴിവാക്കാൻ ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്ത UAE നയതന്ത്ര ഇടപെടലുകളിലൂടെ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ മന്ത്രി പറഞ്ഞു. അതേസമയം എത്ര നാൾ ആക്രമണം നടന്നാലും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നും UAE വ്യക്തമാക്കി. മിസൈലുകളും ഡ്രോണുകളും ചെറുക്കുന്നതിന്റെ ദൃശ്യങ്ങളും അവയുടെ അവശിഷ്ടങ്ങളും പ്രതിരോധ മന്ത്രാലയം പ്രദർശിപ്പിച്ചു. മുഹമ്മദ് റഹീസാണ് ഇപ്പോൾ ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മുഹമ്മദ് റഹീസ്, ഈ UAEയിലെ നിലവിലെ സ്ഥിതി എന്താണ്? ഔദ്യോഗികമായി മന്ത്രാലയങ്ങൾ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മുഹമ്മദ് റഹീസ്? ഉന്മേഷം, നിലവിൽ UAEയിൽ ഒരു സ്ഥലത്തും ആക്രമണം ഒന്നും തന്നെ നടക്കുന്നില്ല. സ്ഥിതിഗതികൾ ശാന്തമാണ്. യാതൊരു തരത്തിലുമുള്ള ഒരു ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഭയപ്പെടേണ്ട സാഹചര്യമോ ഒന്നുമില്ല. നിലവിൽ എന്തായാലും UAEയിലെ വിവിധ മന്ത്രാലയങ്ങൾ ഇപ്പോൾ അവരുടെ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള പല വിശദീകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയ ബ്രീഫിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ UAEയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രതികരണം, ചർച്ചയ്ക്ക് ഇരു രാജ്യങ്ങളും തയ്യാറാകണം, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന ഒരു ആഹ്വാനം ഇപ്പോൾ UAEയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അത് UAEയുടെ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയായിട്ടുള്ള റീമൽ ഹാഷ്മിയാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ചർച്ചയിലൂടെ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. വീണ്ടും ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് UAE ആവശ്യപ്പെട്ടിരിക്കുന്നു. അതൊരു വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ ഈ അമേരിക്കയോടൊപ്പമോ ഇറാനൊപ്പമോ ചേർന്നുകൊണ്ട് ഒരു നിലപാടെടുക്കുമോ അല്ലെങ്കിൽ പരസ്യമായി അത്തരത്തിലൊരു ആഹ്വാനം നടത്തുമോ എന്നുള്ളതൊക്കെയും വളരെ ശ്രദ്ധേയമായിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും ഉണ്ടാകില്ല എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്ന ഒന്നായി ഈ ഒരു പ്രതികരണത്തിനെ കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇത് ഈ UAEയുടെ നിലപാട് മനസ്സിലാക്കിയിട്ടും അത് പരിഗണിക്കാതെ ഇറാൻ UAE ആക്രമിച്ചു എന്ന് കൂടി പറയുന്നുണ്ട്. കാരണം ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ മണ്ണോ ആകാശമോ കടലോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് UAE പറഞ്ഞിരുന്നു. തങ്ങളുടെ ടെറിട്ടറിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള ആക്രമണവും നടത്തരുതെന്ന് ആഹ്വാനം ചെയ്ത UAEയെ തിരിച്ച് ഇറാൻ UAEയിലെ പല കേന്ദ്രങ്ങളെയും ആക്രമിക്കുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അപലപിക്കുന്നു എന്നൊക്കെയും പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് മുഴുവൻ കൃത്യമായി മിസൈലുകൾ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്രോണുകൾ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചിട്ടാണ് എന്ന് ആവർത്തിച്ച് UAE പറയുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ പല തരത്തിലുള്ള ഈ അവശിഷ്ടങ്ങളും അത് ഡ്രോണിന്റെ ഒക്കെ ബാക്കിയും പൊട്ടിത്തെറിച്ച ഭാഗങ്ങളും ഒക്കെ ഈ ഒരു പത്രസമ്മേളനത്തിൽ കാട്ടുകയുണ്ടായി. അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിശദീകരണങ്ങൾ നൽകുകയുണ്ടായി. ഒപ്പം തന്നെ UAEയുടെ സാമ്പത്തിക അവസ്ഥ ഏത് തരത്തിലും ഏത് സാഹചര്യത്തിലും അതിജീവിച്ചിട്ടുള്ളതാണ്, അത് കരുത്തു തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ തരത്തിൽ യാതൊരു പേടിയും വേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് UAEയിലെ ഈ സാമ്പത്തിക ടൂറിസം വകുപ്പ് മന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽ മരി. അദ്ദേഹവും അല്പസമയം മുൻപ് ഈ വിഷയത്തിൽ സംസാരിക്കുകയുണ്ടായി. ഒരു തരത്തിലും ഭക്ഷണത്തിന് ഒരു ദൗർലഭ്യത ഉണ്ടാകില്ല, ഭക്ഷണം കൃത്യമായി ലഭിക്കും, ഒരു സാധനങ്ങൾക്കും ഒരു തരത്തിലുമുള്ള ഷോർട്ടേജ് ഉണ്ടാകില്ല. അത് ഒരിടത്തു നിന്ന് ലഭിച്ചില്ലെങ്കിൽ മറ്റിടത്തു നിന്ന് ലഭിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് UAE ആവർത്തിച്ച് ഉറപ്പാക്കുകയാണ്. അതായത് ആ നിലക്കും യാതൊരു തരത്തിലും ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നുകൂടി UAE പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള പല മേഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ, ആശങ്ക അകറ്റുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഉന്മേഷ്, ഇപ്പോൾ യുദ്ധം ആരംഭിച്ച ശേഷം 18,000-ഓളം പേരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു എന്നുകൂടി UAE അറിയിക്കുന്നുണ്ട്. 27,000 പേരെ കൂടി വിവിധ ഇടങ്ങളിൽ എത്തിക്കും. യുദ്ധ സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഇത്തരത്തിൽ രാജ്യങ്ങളിലേക്ക് തിരികെ എത്തിക്കും എന്നുകൂടി ഇപ്പോൾ UAE അറിയിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.